ഹലോ യെസ് ആ ഹലോ 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 അച്ചു ആ അച്ചു ആ എണീക്കാൻ. ഗുഡ് മോർണിംഗ്. നാണോ ഇല്ല ഇങ്ങനെ ചുരുളി മൂടിക്കണം ഇറങ്ങാൻ. സമയം എത്രയെന്നറിയോ? എന്താ ഗോപു ഇത്? വീട്ടിലാണെങ്കിൽ കാപ്പിയും കൊണ്ടുവന്ന് വിളിക്കാൻ അമ്മയുണ്ടാവും. ഇനി അതൊക്കെ തന്റെ പണിയാ. എന്റെ വീട്ടിലും അങ്ങനെയാ. രാവിലെ രേവ് കാപ്പിയും കൊണ്ടുവന്ന് വിളിക്കും. ഞാൻ പിന്നെയും കിടക്കും. അപ്പൊ കാപ്പി തണുത്തോ. വലിയ ക്രെഡിറ്റ് ആയിപ്പോയി. വീട്ടിൽ എങ്ങനെ ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാ മതി. ഒരു ഭർത്താവിന്റെ പ്രിവിലേജസ് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പിന്നെ അതൊക്കെ പണ്ട്. ഇപ്പോൾ കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാവുന്നു. അതുകൊണ്ടേ നമുക്ക് രണ്ടുപേർക്കും കൂടെ കാപ്പിടാം. വാ. എന്നാ എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യും, ഓഫീസിലേക്ക് താൻ കൂടെ വാ. ആ അത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഗോപു. വീണ്ടും ജോലിക്ക് പോയാൽ എന്തെന്ന്. തൽക്കാലം പോയി കാപ്പി ഉണ്ട്. എന്റെ കൈ. ജോലിക്ക് പോണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കല്യാണം കഴിച്ചാൽ ഇങ്ങനത്തെ കോടാലികളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ഭഗവാനെ. എന്താ 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 അല്ല, കാപ്പി ഇപ്പൊ റെഡിയാക്കാന്ന് പറയായിരുന്നു. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്ക്. ഗോപു ഇപ്പൊ കുളി കഴിഞ്ഞാണ്. കാപ്പിക്ക് എന്താ പലഹാരം? അതെന്തിനാ നീ അറിയണേ? അല്ല, ഗോപു ചോദിക്കുമ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണെന്ന് ഗമ്മി പറയണല്ലോ. ദേ, ഇനിയെങ്കിലും ഈ ഏർപ്പാടൊക്കെ ഒന്ന് നിർത്ത്. ഇപ്പൊ നീ ഒരു ഭാര്യ, കുട്ടികളെയൊക്കെ മാറ്റി ഒരു വീട്ടമ്മയാവാൻ നോക്ക്. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ വരുന്നു. ആ വരുന്നു. കുളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ എടുത്തിട്ട് വന്നടേ ബാലേട്ടാ. പിന്നെ നിന്നെ എന്തിനാടി ഞാൻ കെട്ടിക്കൊണ്ടുവന്നേ? കാപ്പി റെഡി. ഒരു ഭർത്താവിന്റെ പ്രിവിലേജസ് ഒന്നും എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണ്ട. എക്സാക്ട്ലി, ഇങ്ങനെ വേണം ഭാര്യമാർ. നന്നായിരിക്കുന്നു. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കാപ്പിയുടെ അതേ സ്വാദ്, അതേ മണം, അതേ രുചി. സൂചിപ്പിക്കല്ലേ സൂചിപ്പിക്കല്ലേ. അപ്പൊ എന്റെ കുറുമ്പിക്കൊന്നും അറിയാഞ്ഞിട്ടില്ല. എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ധൃതിയിലായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനൊക്കെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിനെ. ഇതിനൊക്കെ സ്റ്റൈലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഈ ഞാൻ ഉണ്ടാക്കും. എന്നാ വേഗം പോയി റെഡിയാക്ക്. ഓക്കെ ഡൺ. കൊള്ളാം, നല്ല പണി. ഇതിനാണോ ലീവ് എടുത്ത് ഓഫീസിൽ പോകാൻ? എല്ലാം എന്റെ തലയിലായി. അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഈ ഞായറാഴ്ച തന്റെ പരിപാടി എന്താ? ഫ്രീ അല്ലേ? എന്താ? ഓഫീസിൽ എല്ലാവർക്കും ഒരേ നിർബന്ധം, കല്യാണം കഴിച്ചതിന്റെ ചെലവ് ചെയ്യണമെന്ന്. തന്റെയും കൂടെ സൗകര്യം നോക്കി ഒരു ഗെറ്റ് ടുഗദർ ആവാന്ന് വെച്ചു. ഓ യെസ്, ഞാൻ റെഡി. തന്റെ സ്റ്റാഫിനെ കൂടെ ക്ഷണിച്ചോ? പിന്നെ ചെലവിന്റെ കാര്യം അറിയാലോ, 50-50. എഗ്രീഡ്. അശ്വതി എവിടെ? അവളൊരു കുടുംബിനിയാകാൻ തീരുമാനിച്ചു. ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സിവിൽ സപ്ലൈസും മറ്റു വകുപ്പുകളും ഒക്കെ എനിക്ക്. ഫുഡ് മിനിസ്ട്രി പുള്ളിക്കാരത്തെ അങ്ങ് ഏറ്റെടുത്തു. അശ്വതി അടുക്കള ഭരണം ഏറ്റെടുത്തു? പിന്നെ സത്യം പറഞ്ഞ ഇപ്പൊ തോന്നുക, ഈ കുടുംബമൊക്കെ കുറച്ചുകൂടെ നേരത്തെ ആകായിരുന്നു. അതെന്താ? രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോ മുന്നിൽ ബെഡ് കോഫിയുമായി അശ്വതി. പിന്നെ കുളി കഴിഞ്ഞു വരുമ്പോ നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, കുറുകുറാന്നുള്ള ചമ്മന്തി, പച്ച കൊത്തമല്ലി ഇട്ട് വെച്ച നല്ല ഒന്നാന്തരം സാമ്പാർ. എന്തായാലും വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചു കിടക്കാം. ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുന്നത്. അവളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം നീ ഒന്ന് കഴിച്ചു നോക്കണം. ദേവു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ? തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, ചമ്മന്തി, കൊത്തമല്ലി അരച്ചു വെച്ച സാമ്പാർ. പോരെ? ഓക്കെ. നീ എന്താണ് ഇഡ്ഡലിയുടെ സാമ്പാറിന്റെ കാര്യം പറഞ്ഞപ്പോ മടി പോലായത്? അല്ല, നിന്റെ പാർട്ടിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയും പച്ചക്കൊത്തമല്ലി ഇട്ട് വെച്ച സാമ്പാറും ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയായിരുന്നു. ആട്ടെ, കക്ഷി എവിടെ? അടുക്കളയിലുണ്ട്. വാ, നോക്കട്ടെ അടുക്കള ഭരണം. അയ്യോ, പണി തീരുന്നവരെ അടുക്കളയിലേക്ക് എത്തി നോക്കുന്ന ഉത്തരവ്. ആഹാ. സമയാവുന്നു. ആ ഗോപു ഇപ്പൊ കിടന്ന് വിളിക്കാൻ തുടങ്ങും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ?
ബാലേട്ടന് അവിയല്, ഗോപുവിന് തീയല്. എനിക്ക് 2 കൈയേ ഉള്ളൂ. ഗോപുവിനോട് ഞാൻ പറയുന്നുണ്ട് ഈ കള്ളക്കളിയൊക്കെ. അയ്യോ, എന്റെ പൊന്നരേവല്ലേ, ഈ കാര്യത്തിൽ നമുക്ക് 2 പേർക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയേ പറ്റൂ. എന്നാലും നിനക്കിതൊന്നും പഠിക്കാൻ വയ്യല്ലേ? അയ്യോ, മണി 1 മതി. രേവ ഒന്ന് എടുത്തോണ്ട് വാ. ഗോപുവിനാണെങ്കിൽ വെച്ചെന്നാ കണ്ണുണ്ടൂടാ. രഘു, തീയലെവിടെ? 5 മണിക്ക് ചായ റെഡിയാക്കണേ. പൊടി ഇവിടുന്ന്. രംബം ആരംഭം. അയ്യോ, കാക്ക ഉണ്ടോയോ? അപ്പുറത്തെങ്കിലും വീണോ? വാ വാ, ഇരിക്ക്. കുഴപ്പമില്ല. നമുക്ക് ഊണ് കഴിക്കണ്ടേ? ദേ, ചോറുണ്ട്, അവിയല്, തോരൻ, പപ്പടവും ഉണ്ട്. എല്ലാം റെഡിയാ. കരയരുത് കരയരുത് കരയരുത്. പെരുങ്കള്ളി, അവളുടെ ഒരു ലളിതവാചകം. തുമ്പപ്പൂട്ടലിയും കൊത്തമല്ലി സാമ്പാറും. ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാനിതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ രേവു എന്നോട് ചോദിക്കാ, അശ്വതി അശ്വതി നീ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ഉണ്ടാക്കിയാൽ എന്താ അശ്വതി, നീ ഉണ്ടാക്കിയാൽ എന്താ അശ്വതി? അപ്പൊ ഞാനും കരുതി ശരിയല്ലേ എന്ന്. എന്നാ അത് ശരിയല്ല. നിന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നതേ അപ്പുറത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിയാനൊന്നുമല്ല. അപ്പുറത്തുണ്ടാക്കിയില്ലെന്താ ഇപ്പുറത്തുണ്ടാക്കിയില്ലെന്താ? നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാ പോരെ ഗോപു? എനിക്കറിയില്ല. വേണ്ട കൂടി കൂടി വിളിച്ചു പോവ്. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ കുരുത്തം കെട്ടൊരു കൊരങ്ങി പെണ്ണി ഇവിടെ ഉണ്ടെന്ന്. ആയുധം താഴെയിട്. മേലാ ഇത് ആവർത്തിക്കുവോ? ഇല്ല. ഇനി അനസരണക്കെട്ട് കാണിക്കുവോ? ഇല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേക്കൂ. രേവുന്റെ അടുത്ത് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കോ? എന്തുകൊണ്ട്? ഞാൻ എന്തിനാ രേവുന്റെ അടുത്ത് പഠിക്കുന്നേ? എനിക്കറിയാം ഉണ്ടാക്കാൻ. എന്നാ നീ പോയി ഉണ്ടാക്കി. എന്നാ ഇങ്ങോട്ട് മാറി. സൗകര്യമില്ല. സൗകര്യമില്ലേ? എന്നാ ഞാൻ ഇതുകൂടി പോക്കോളാം. ഇത് മാറ്റ്. എന്റെ അമ്മേ, ഇവളുണ്ടാക്കുന്ന കഴിച്ചാലുള്ള സ്ഥിതി എന്താവും? അയ്യോ, വേണ്ടെന്ന് പറയാം. പറഞ്ഞും പോയി. എങ്ങനെയപ്പോ ഉണ്ടാക്ക? ഗോപുവിന്റെ കാലി വീണ് കരഞ്ഞു പറ്റില്ല എന്ന് പറയാം. എന്താ ഇപ്പൊ സമയം എത്രയായി? ഒരു 1:30 ആയി കാണും. ഗോപു, ഗോപുവിന് വിശക്കുന്നില്ലേ? ഉണ്ട്. എനിക്കും വിശക്കുന്നു ഗോപു. ആഹാരം അവിടെ ഇരിക്കുന്നു. എന്റെ രേവു എത്ര സ്നേഹത്തോടെ ഇതുണ്ടാക്കി തന്നറിയാവോ? നാളെ ഞാൻ ഉണ്ടാക്കി തരാം ഗോപു, പ്ലീസ്. ഇന്ന് നമുക്കിത് കഴിക്കേ. ഉണ്ടാക്കുമല്ലോ. സത്യമായിട്ടുണ്ടാക്കാം. എന്നാ